എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള 2 സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ടുള്ള ഒരു സോസും കാണിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ഇവിടെ ഞാനൊരു പാത്രത്തിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അജ്വൈൻ അരിമോദകമില്ലേ അതും കൂടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് അതൊന്ന് ഞെരടിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അജ്വൈൻ്റെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് പൂരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ അതുപോലെ ഒത്തിരി ലൂസായി പോകരുത്. പൂരിയുടെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് അതിന് മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. 2 മീഡിയം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ നല്ലതായിട്ട് നമുക്കിതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് 2 ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ വലിയൊരു ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അത് ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. ഒരു മീഡിയം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അത് ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പാത്രം കൊണ്ട് ഇത് അടച്ച് ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നമുക്കിതിലെ വെള്ളം ആവശ്യമില്ല. അതുകൊണ്ട് നല്ലതായിട്ട് നമുക്കിത് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം കണ്ടില്ലേ, നല്ലതായിട്ട് പിഴിയുമ്പം നല്ലതായിട്ട് ഇതിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. മൊത്തം വെള്ളം ഇതിൽ നിന്നങ്ങ് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കുക. വെജിറ്റബിൾസിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം കണ്ടില്ലേ, ഇത്രയും വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇതങ്ങ് മാറ്റി വെക്കുക. ഇപ്പം നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ആ വെജിറ്റബിൾസിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അതുപോലെ ശകല മല്ലിയിലും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം. 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആട്ടയുണ്ടല്ലോ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാമല്ലോ, നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റുക. എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് ഞാൻ ഉരുളകളാക്കി എടുക്കുന്നത്. മൊത്തത്തിൽ 4 ഉരുളയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് സാധാരണ ചപ്പാത്തി പരത്തി എടുക്കത്തില്ലേ അതേ രീതിയിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒത്തിരി കനം കുറച്ച് പരത്തിയെടുക്കല്ലേ, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയാവരുത് കേട്ടോ. എന്നാൽ ശകലം കട്ടി വേണം. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ വെജിറ്റബിൾസ്, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് എൻ്റെ എല്ലാ ഭാഗത്തോടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, എൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ഇത് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗത്തൊന്നും ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളിതിനെ റോൾ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ വേണം ഇന്നെ റോൾ ചെയ്തെടുക്കാൻ. ഇവിടെ ഞാൻ പകുതി മുക്കാൽ ഭാഗം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് റോൾ ചെയ്യുന്ന ഭാഗം ആവത്തില്ലേ, ആ ഭാഗമാകുമ്പോൾ അവിടെ കുറച്ച് വെള്ളം നമുക്ക് തോന്നും തേച്ച് കൊടുക്കണം. ഇത് നല്ലതായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ്. ഇത് നമ്മളിപ്പം വേവിച്ചെടുക്കുമ്പോൾ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്ത് ഇച്ചിരി വെള്ളം ഇതുപോലെ തേച്ച് കൊടുക്കുക. വെള്ളം തേച്ച് കൊടുത്തിട്ട് ബാക്കി കൊണ്ട് നമ്മൾ റോൾ ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് അതങ്ങ് ഒട്ടിയിരുന്നോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ 2 അറ്റഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് അങ്ങ് ഒട്ടിയിരുന്നുള്ളൂ. ആദ്യത്തെ റോള് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കിഴുത്തപാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ സാധാരണ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ചെയ്തെടുത്ത റോളുണ്ടല്ലോ അത് ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവനുസരിച്ച് വലിപ്പത്തിൽ നിങ്ങളിത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാത്രം ചെറുതാണെങ്കിൽ നിങ്ങൾ ഉണ്ടയാക്കിയില്ലേ, ചപ്പാത്തിക്ക് ഉണ്ടയാക്കിയതുപോലെ അതിൻ്റെ അളവ് കുറച്ചിട്ട് ചെറിയ രീതിയിൽ നിങ്ങളാക്കിയെടുത്താൽ മതിയേ. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ആ സമയത്ത് സോസ് റെഡിയാക്കിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് 1 മീഡിയം തക്കാളി, 10 വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി ഇത്രയും അരിഞ്ഞത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ അവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ 1 വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ 1-2 കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. അതും അല്ലെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങളിത് കഴിക്കുന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് നമ്മൾ മുമ്പ് വെജിറ്റബിൾസൊക്കെ
ഒക്കെ പിഴിഞ്ഞെടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് നല്ലതായിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഇതിവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ആവി കയറ്റിയ റോളുണ്ടല്ലോ, അത് ഓൾറെഡി വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങളൊന്ന് തിരിച്ചിട്ടുകൂടെ കൊടുക്കുക കേട്ടോ. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എടുത്ത് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ ആവി കയറ്റാനായിട്ട് വെക്കാം. അങ്ങനെ നമുക്കിതുപോലെ എല്ലാം ആവി കയറ്റിയെടുക്കാം. സോസിന് വേണ്ടി തയ്യാറാക്കിയെടുത്ത തക്കാളിയൊക്കെ ഉണ്ടല്ലോ, നല്ലതായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ടൊക്കെ ഒഴിച്ച് കൊടുക്കാം. ആവി കയറ്റിയെടുത്ത റോളുണ്ടല്ലോ, അത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഇവിടെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകഭാഗം കണ്ടില്ല, നല്ലതായിട്ട് ഫില്ലിങ്ങൊക്കെ നല്ലതായിട്ട് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇതാണ് നമ്മൾ സോസിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സോസ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കെച്ചപ്പ് ഉപയോഗിക്കാം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാവുന്ന സംഭവമാണ്. ഇതിനെ നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുത്ത് നല്ല ക്രിസ്പി ആക്കി എടുത്താലോ, അന്നേരം കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ അങ്ങ് ഇഷ്ടപ്പെടും. അതിന് ഞാൻ റോൾ എടുത്തിട്ടുണ്ട്. ആ റോളിനെ 3ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ചിക്കൻ റോളിനൊക്കെ നമ്മളെങ്ങനെ എത്ര വലിപ്പത്തിലെടുക്കുന്നത് ആ ഒരു വലിപ്പത്തിലെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസാണെങ്കിൽ നിങ്ങൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിതിനൊരു കോട്ടിങ് വേണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ നല്ലൊരു ബാറ്ററാക്കി എടുക്കുക. എന്ന് പറഞ്ഞാൽ ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റായിട്ട്, എന്ന് വെച്ചാൽ മാവൊക്കെ ഇതിൽ പിടിച്ചിരിക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ട് തന്നെയുള്ള ബാറ്ററായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ റോളുണ്ടല്ലോ, ആ റോള് ഇതിലോട്ടിട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മുക്കിയെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് തീ മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമ്മൾ മാവിൽ മുക്കിയെടുത്തിട്ടില്ലേ, അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കത് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിൻ്റെ അകത്ത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ആവി കയറ്റി എടുക്കാതെ തന്നെ നിങ്ങളിതുപോലെ മാവിൽ മുക്കിയെടുത്തിട്ട് ഡയറക്റ്റ് എണ്ണയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് മൈദയിൽ ഇത് ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ അകത്ത് നല്ലതായിട്ട് വെജിറ്റബിൾസൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ചും കിട്ടിയിട്ടുണ്ട്. ഞാൻ മുറിച്ച് കാണിക്കാം. കണ്ടില്ലേ, അകഭാഗം കണ്ടില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസിന് പകരം ചിക്കൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെക്കാം കേട്ടോ. ശകലം കുരുമുളക് പൊടി ഉപ്പും ഇട്ട് ചിക്കൻ വേവിച്ചിട്ട് നല്ലതായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് ചിക്കൻ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്ത് വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.